ചാനൽ beautyTips മലയാള യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ലുക്കാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ ചേച്ചി ഒരുപാടായി റിക്വസ്റ്റ് ചെയ്യുന്നു ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അതായത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റ് അടുത്ത് വരികയാണ്. അവളുടെ ഫ്രണ്ടിന്റെ ആരോ എൻഗേജ്മെന്റ് അടുത്ത് വരും കേട്ടോ. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടായി റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ടൈമിൽ ഇന്നലെയൊക്കെ വേറെ വീഡിയോസ് ആണല്ലോ ഇട്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതായത് നമ്മൾ ഈ പാർട്ടിക്ക് അതേപോലെ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ പുതുതായാണ് വാച്ച് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പൊ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഫേസിലൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ആദ്യം മോയ്സ്ചറൈസർ ഇടാണ്. ഗാർണിയറിൻ്റെ മോയ്സ്ചറൈസറാണ്, സൺ കൺട്രോൾ ഡെയിലി മോയ്സ്ചറൈസറാണ്. ഞാൻ മേക്കപ്പ് ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വിചാരിച്ചാൽ, അതായത് എല്ലാവരുടെ അടുത്തും വലിയ പ്രൊഡക്റ്റും പറഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഫൗണ്ടേഷൻ ആയാലും ശരി, ഞാൻ നോർമൽ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത് എല്ലാവരുടെ കയ്യിലുള്ളത്. അപ്പം നിങ്ങളെ കയ്യിൽ ഏതാണോ മോയ്സ്ചറൈസർ ഉള്ളത്, നിങ്ങളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഏതാണ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഗാർണിയറിൻ്റെ സൺ കൺട്രോൾ മോയ്സ്ചറൈസർ ആണ്. ഇതിൽ SPF ഒക്കെ അടങ്ങിയതാട്ടോ. SPF 15 അടങ്ങിയതാണ്. 15 കൊടുത്തിട്ടുണ്ട്. അപ്പം പിന്നെ സൺ കൺട്രോളിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഫുൾ മഴയല്ലേ, മഴ. ഞാൻ ഓൾറെഡി രാവിലെ ഒത്തിരി മോയ്സ്ചറൈസർ ഫേസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഒന്നും കൂടി ഇടുകയാണ്. കൈകൊണ്ട് നന്നായിട്ട് ഞാനത് മസാജ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഈ ഒരു ഡ്രസ്സിൽ നിങ്ങൾ കണ്ടതായിരിക്കില്ലേ. നമ്മൾ ഹോൾ വീഡിയോയിലെടുത്ത ഈ ഡ്രസ്സ് ഞാൻ ഇട്ടതാണ്. നെക്കിലിടാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഹോൾ വീഡിയോയിൽ ഇട്ടതാണ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഭാഗം ഞാൻ പുറത്തുനിന്ന് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ അന്ന് അകത്തുനിന്നല്ല കണ്ടത് ഷൂട്ട് ചെയ്തപ്പോൾ. ഇതിൻ്റെ പുറത്തുനിന്ന് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ ഫുൾ ഭാഗം നല്ല ഭംഗിയുള്ള നല്ല സ്റ്റോണൊക്കെ ആണ്. എനിക്ക് ഈ സ്റ്റോണൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ ഒരു മാല വന്നിട്ട്, ഈ ഒരു നെക്ലേസ് ടൈപ്പുള്ള മാല വന്നിട്ട് എന്താ പറയുക, ഞാൻ ഈ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എന്താ ഇതേപോലത്തെ ഒരു കമ്മൽ നിങ്ങൾ എൻ്റെ 2-3 വീട്ടിൽ ഈ ഒരു കമ്മൽ കണ്ടിട്ട്, ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ലൊരു തിളങ്ങുന്നത് പോലെ, ഫേസ് നന്നായിട്ട് തിളക്കം കിട്ടുന്ന പോലെ. അപ്പം ഞാൻ പ്രൈമർ ഉപയോഗിക്കുകയാണ്. പ്രൈമർ വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫേസ് പ്രൈമറാണ്. മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പുറമെ ഈ ഒരു മെത്തഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരും അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് വളരെ കുറച്ച് ഉള്ളൂ, അതാണ് ഈ ഒരു പ്രൈമറിൻ്റെ പ്രശ്നം. പക്ഷെ നല്ല പ്രൈമർ കേട്ടോ, നന്നായിട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൈമർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ മേക്കപ്പ് ഇടുകയാണെങ്കിൽ അതിനൊക്കെ ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ അതേപോലെ തന്നെ ഈ പിമ്പിൾസൊക്കെ ഒന്ന് കണ്ട് ഹൈഡ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഫൗണ്ടേഷനായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലുള്ളതാണ്. ലാക്മിയുടെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫെയർ സ്കിൻ ടൈപ്പിന് പറ്റിയതാണ് കേട്ടോ. പിന്നെ എല്ലാ ഷെയ്ഡിലും ഇത് അവൈലബിൾ ആണ്. ടോണിനനുസരിച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് എല്ലാ ഷോപ്പിലുള്ളതാണല്ലോ, നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഷെയ്ക്ക് ചെയ്തിട്ട് ഇച്ചിരി എടുത്താൽ മതി കേട്ടോ, വളരെ കുറച്ചെടുത്താൽ മതി. ഞാനിതാ ഇത്രേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫേസ് മൊത്തം അവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ഷെയ്ഡ് ഏകദേശം എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇടുന്നത് നമ്മൾ സ്കിന്ന് വെളുപ്പിക്കാൻ മാത്രമൊന്നുമല്ല കേട്ടോ. അതായത് നമ്മൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ലുക്ക്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വെളുപ്പിക്കാനല്ല. അപ്പോൾ ഈ ഒരു ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ട് മെബിലിൻ ന്യൂയോർക്കിൻ്റെ ക്ലിയർ സ്മൂത്ത് ഓൾ ഇൻ 1 SPF 32 അറിഞ്ഞിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ ആണ്. ഇത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് പൗഡർ കേട്ടോ. ഇത് ലൈറ്റ് ഷെയ്ഡാണ്, 01 ആണ് ഷെയ്ഡ് നമ്പർ വന്നിട്ട്. അപ്പോൾ ഇതൊന്ന് ഞാൻ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഓവറായിട്ട് ഇടണ്ട. ഈ അടുത്ത വന്നിട്ട് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാണ്. ഇത് മ്യൂസിക് ഫ്ലവറിൻ്റെ
ലോങ് വിയർ ജെൽ ഐലൈനർ ആട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐബ്രോ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മളുടെ ഐബ്രോ ഒക്കെ എഴുതുന്ന ഒരു ബ്രഷ് ആട്ടോ. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് എഴുതി കൊടുക്കണം. വളരെ കുറച്ചെടുത്താൽ മതി, കാരണം അത് ജെൽ ടൈപ്പ് ആയതുകൊണ്ട് കുറച്ചെടുത്താൽ തന്നെ നന്നായിട്ട് ഡാർക്ക് കളറും. ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്, അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. എന്നാലും പിന്നെ നിങ്ങൾ ഐബ്രോ എഴുതുമ്പോൾ ഇവിടുന്ന് തുടങ്ങിയത് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഐബ്രോ നന്നായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു ഷേപ്പ് വെച്ച് നന്നായിട്ട് ഒരു ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഐബ്രോ ഇങ്ങനെ ചെയ്താൽ. ഇനി അടുത്ത് വന്നിട്ട് ഐ മേക്കപ്പ് ആണ്. ഇത് ഐടെക്സിൻ്റെ ഡാസ്ലറിൻ്റെ ഐലൈനർ ആണ്. ഇതാണ് ഞാൻ മേലെ കൂടി എഴുതി കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ ഒരു ഐലൈനർ. നല്ലൊരു ഐലൈനറാണ്, എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള ഐലൈനർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഐലൈനർ. അപ്പം ഞാൻ മേലെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ താഴത്തു കൂടി ഇതാ ഈ ഒരു അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ? അപ്പം ഇങ്ങനെയാണ് ഞാൻ കണ്ണ് എഴുതുന്നത്. അടിയിൽ കണ്ണ് എഴുതുന്നില്ല കേട്ടോ. അതേപോലെ നമുക്ക് ഈ ഒരു കണ്ണും അതേപോലെ വരച്ചു കൊടുക്കാം. ഞാൻ അടുത്ത് ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. ലിപ് ബാമിൻ്റെ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ഇടാം കേട്ടോ. ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നാച്ചുറൽ ലിപ് ബാം ആണ്. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് പിങ്ക് ഷെയ്ഡാണ്. ഇനി ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ഇടുന്നത് ഫസ്റ്റ് തന്നെ ഡാസ്ലറിൻ്റെ ഈ ഒരു റെഡ് ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ്. എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൻ്റെ മേലെ ഈ ഒരു ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. ADSൻ്റെ ഇതൊരു പിങ്ക് ഷെയ്ഡെന്ന് പറയാം കേട്ടോ. നല്ല ഷെയ്ഡാണ്. കാരണം നമുക്ക് ആ റെഡ് ഷെയ്ഡ് നന്നായിട്ടാണ്ട് എടുത്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് കൂടി കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് കിട്ടി കേട്ടോ. ഷെയ്ഡ് ഏതാ അറിയില്ല, നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. മസ്കാര വന്നിട്ട് ഇത് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. കണ്ണ് നന്നായി വിടർന്ന് നിൽക്കും മസ്കാര ഇട്ടാൽ. അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ എല്ലാ മേക്കപ്പിലും ഞാൻ ഈ ഒരു മസ്കാര കേട്ടോ ഉപയോഗിച്ച്. നല്ല മസ്കാരയാണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാലും കുഴപ്പമില്ല. ഒരു 6-7 മണിക്കൂറൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് വാട്ടർ പ്രൂഫ് അല്ല, പെട്ടെന്ന് വെള്ളം തട്ടിയാൽ അതങ്ങോട്ട് ഒലിച്ചു പോകും. അങ്ങനത്തെ ഒരു മസ്കാരയാണ്. പക്ഷെ നല്ല മസ്കാരയാണ്. നമുക്ക് എന്താ പറയുക, ഐലാഷസ് വെക്കേണ്ട ആവശ്യമില്ല. നല്ല എടുത്ത് നിൽക്കും. നമ്മളിപ്പോൾ പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ണൊക്കെ വിടർന്ന് നിൽക്കണ്ടേ, അതല്ലേ ഭംഗി അതിൻ്റെ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എൻ്റേതാ ഹൈലൈറ്റർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഹൈലൈറ്റർ ഏതാ ഒരു ഷെയ്ഡ് വെച്ചാൽ അധികം തിളപ്പിക്കുന്നില്ല, തിളപ്പിക്കുക വെച്ചാൽ അധികം ഇവിടെ തിളങ്ങി നിൽക്കുന്നില്ല കേട്ടോ. ഈ ഒരു ഷെയ്ഡാണിതാ, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത്. ആ ഒരു ലൈറ്റിലൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് തിളങ്ങി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണം ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഹെയറൊക്കെ സെറ്റ് ചെയ്തു. ഞാൻ ഈ ഒരു സാധനം മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് ചെറിയൊരു പൊട്ട് കുത്തിയിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇപ്പം എന്താ ഉള്ളത്, നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ടില്ല അല്ലേ. സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു സ്പഞ്ചിൻ്റെ അകത്താണ് സെറ്റ് ചെയ്യുന്നത്. നേരെ ഒഴിച്ചാൽ എനിക്കത് പിടിക്കത്തില്ല. ഓക്കെ, ഇതാണ് ഫൈനൽ ലുക്ക്. ഈ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാതിരിക്കില്ല, എനിക്കത് കുഴപ്പമില്ല കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മളിപ്പോൾ വലിയ ക്രീമൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഉപയോഗിച്ചത് എല്ലാവരുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അത് ഇത്രത്തോളമൊക്കെ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ വന്നിട്ട് അറിയാലോ, ലാക്മീൻ്റെ ഒക്കെ
ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് സ്കിന്നിന് നമ്മുടെ ടോണിനനുസരിച്ചിട്ട് എന്താ പറയുക, ഓരോ സ്കിൻ ടോണിന് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡുകളുണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഫെയർ സ്കിന്നിനുള്ളതാണല്ലോ, എൻ്റെ ഇത്തിരി ഡാർക്ക് സ്കിന്നാണ്, അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ തൊട്ട് വിചാരിച്ചാൽ ആരും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ സ്കിൻ ടൈപ്പിനും മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിന് വന്നിട്ട് പ്രൈസ് വന്നിട്ട് വലിയ വിലയൊന്നുമില്ല. അതിലിപ്പോൾ അന്ന് ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ തന്നെ 155 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ വില. 150 കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒന്ന് കുറച്ച് വില കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ലാക്മീനെ കുറിച്ച് കൂടുതൽ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ലാക്മീൻ്റെ പെർഫെക്റ്റിംഗ് ലിക്വിഡ് ഫൗണ്ടേഷൻ. അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നമുക്ക് കാണാം. അത് പുറത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കേ, തിളങ്ങുന്ന നല്ല ഭംഗിയുണ്ടാ കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് വേഗം പുറത്തേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവാതിരിക്കില്ല മക്കളെ, ഒന്ന് ലൈക്ക് അടിക്കട്ടോ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്താ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ നമ്മളെപ്പോലുള്ള പുതിയ പുതിയ യൂട്യൂബേഴ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരൂ മക്കളെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു യൂസ്ഫുൾ അല്ലല്ലേ, നിങ്ങൾ ബോയ്സിനത് യൂസ്ഫുൾ അല്ലോ. എൻ്റെ ചാനലിൽ പിന്നെ ഗേൾസ് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലല്ലോ അല്ലേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേക്കാളും നല്ല 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 വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ.